ഹായ് ഓൾ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സാക്രഡ് സ്പേസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഇന്ന് വന്നിട്ടുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മോർണിംഗിൽ ഒരു വിഷനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പായിരുന്നു, അത് ഡൗൺവേഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ എല്ലാ ഡിവൈൻ ഫെമിനിൻ എനർജീസും എന്നെ ഒന്ന് കേൾക്കുക. അപ്പോൾ മെയിനായിട്ടും അത്യാവശ്യം ഇന്നർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ടും. അല്ലാത്തവർ ശ്രദ്ധിക്കുക, കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഓരോ ഇന്നർ ഗൈഡൻസ് ഉണ്ട്. ചിലപ്പോൾ വേഡ്സുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ്സുകളായിട്ടായിരിക്കാം. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും എടുത്തിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിലാണ് നമ്മൾക്ക് വരുന്ന ഗൈഡൻസ് ഒളിഞ്ഞിരിക്കുന്നത്. സോ അതേപ്പറ്റിയാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ ട്രയാങ്കിൾ ഷേപ്പിനൊക്കെ നമ്മുടെ ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേങ്കിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഈ ട്രയാങ്കിൾ ഷേപ്പ് ഡൗൺ വേഡായിട്ട് കാണിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ആ ഒരു പർട്ടിക്കുലർ ബിന്ദുവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ ഡൗൺ വേഡിലേക്ക് കാണിക്കുന്ന സമയത്ത് മെയിനായിട്ടും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ഒക്കെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, നമ്മളിൽ എന്തെങ്കിലും ഇന്നർ ഹീല്, നമ്മുടെ വോമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അതും കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ 7 ചക്ര ഹീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി ചെയ്യുന്നതാണ്, ഇന്ന് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സൂചനയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ ചെയ്ത് അതിനുശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ സോള് തന്നെ നമ്മളെ നയിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ എന്താ പറയുക, ഈ ഒരു നേച്ചറുമായിട്ട് വല്ലാതെ അങ്ങോട്ട് കണക്റ്റഡ് ആവുന്ന ആ ഒരു കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആകുന്നതായിരുന്നു കേട്ടോ. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ നേച്ചറിലേക്ക് അങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല. നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഇന്നർ വർക്കിലല്ലേ അതിൽ ഫോക്കസ് ചെയ്തിട്ട് പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ബേഡ്സൊക്കെ ഇല്ലേ, അത് വന്നിട്ട് നമ്മളുടെ തൊട്ടടുത്ത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പറന്നു പോകും. സോ നമുക്ക് അത്രയ്ക്ക് അതിനെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും സാധിക്കത്തില്ല. സോ എപ്പോഴും ഞാനത് ഒരു ഭയത്തോടെയാണ് നിൽക്കുക. അതുങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെന്നെങ്കിലും, അയ്യോ ഇത് പറന്നു പോവോ എന്ത് രസമാണ് കാണാൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേങ്കിൽ പെട്ടെന്ന് അത് അങ്ങ് പറന്നു പോകും. പക്ഷേ ഇന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ അടുത്ത് എനിക്ക് അതുങ്ങളെ ഫോട്ടോ ചെയ്യാൻ എടുക്കാനും പറ്റി. അതുപോലെ തന്നെ അതിൻ്റെ അരികിലേക്ക് സോള് തന്നെ നമ്മളെ നയിക്കുക. അതായത് നമ്മൾ അതിനടുത്തേക്ക് പോയി അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതുങ്ങളുടെ ആ ഒരു കലപിലയൊക്കെ ഇല്ലേ, അതൊക്കെ പകർത്താനായിട്ട് പറ്റി. കുറേ നേരം അതിനെ വാച്ച് ചെയ്യാൻ പറ്റി. ഈ ഒരു നിമിഷം പോലും, ഈ ഒരു കുറച്ച് മുന്നേ വരെ നീല കളറിലുള്ള ഒരു പക്ഷി, ഞാൻ വിചാരിക്കുന്നത് പൊന്മാൻ, റിയലായിട്ട് പൊന്മാനാണെന്ന് വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും കറക്റ്റ് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. മെയിനായിട്ടും വന്നിട്ടുണ്ടെന്ന് ഈ കരിയിലപ്പിട ഇല്ലേ പക്ഷി, അതായത് കരിയിലേൻ്റെ കളറായിരിക്കും. അതുപോലെ തന്നെ വേറെ ഓലഞ്ഞാലി എന്ന് പറഞ്ഞിട്ടുള്ള ബേഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് മെയിനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രകൃതിയായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വോമ്പ് ഹീലിംഗ് നന്നായിട്ട് തന്നെ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ അൺഹീൽഡ് പാർട്ട് വെളിയിലേക്ക് വരുന്നൊരു സമയമാണിത്. അപ്പോൾ അത്രയും നമുക്ക് അൺഹീൽഡ് വേർഷനൊക്കെ നന്നായിട്ട് എടുത്തിട്ട് തന്നെ ഹീൽ ചെയ്യാനുള്ളൊരു ടൈമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേഷൻ വർക്ക്, നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെയും അതിൻ്റെയൊക്കെ ഒരു ഗൈഡൻസൊക്കെ ഇന്നിൽ അകത്തുനിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ സാക്രൽ ചക്ര നമ്മൾ ക്ലീൻ ചെയ്യുക, എല്ലാം തന്നെ നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്തിട്ട് പ്രത്യേകമായിട്ട് ഹീൽ ചെയ്യുക. നമ്മുടെ
ഇതൊക്കെയാണ് മെയിനായിട്ടും പറയാനുള്ളത്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വെക്കുകയാണ്. വേറൊരു വിഷയമായിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ഗോഡ് ബ്ലെസ് യു.